ഈ ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ വിശദീകരിക്കാം. പ്രിയമുള്ള ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, പടച്ചവരിലേക്ക് മടങ്ങുമ്പോ ഇതേ കോലത്തിൽ മടങ്ങണം. എങ്ങനെയാ പടച്ചവരിലേക്ക് നീ ചെന്നെത്തുകയെന്നറിയോ? സൂറത്തു സുമറിലൂടെ അല്ലാഹ് പറയുകയാണ്, വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറാ. സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് ജീവിച്ച ബെത്ലയിലെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെയോ, എന്റെ പ്രിയമുള്ള പിതാക്കന്മാരെ, മാതാക്കളെ, എന്റെ പ്രിയപ്പെട്ടവരെ, പടച്ചവന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകുന്നത് എങ്ങനെയെന്നറിയോ? വസീഖല്ലദീന തഖൗ റബ്ബഹു, അല്ലാഹനെ സൂക്ഷിച്ചു ജീവിക്കുന്ന എന്റെ പ്രിയമുള്ള സഹോദരാ, സഹോദരി, നീ അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോകുന്നത് സുമറാ ഇലൽ ജന്നതി സുമറാ, സംഘമായി അല്ലാഹുവിലേക്ക് നീ പോകുമെന്നാണ്, സ്വർഗത്തിലേക്ക് പോകുമെന്ന. ഒരു കണ്ണും ഇതുവരെ കാണാത്ത നയനാനന്ദകരമായ, ഒരു കാതും ഇന്ന് വരെ കേൾക്കാത്ത കരുണാനന്ദകരമായ, ഒരു ഹൃദയത്തിൽ ഇന്ന് വരെ ഉദിക്കാത്ത ഹൃദ്യമായ സ്വർഗമുണ്ടല്ലോ. തസ്നീമിന്റെ സൽസബീലിന്റെ സ്വർഗമുണ്ടല്ലോ. കൈകൊണ്ട് തൊട്ടാ പൊട്ടിച്ചിരിക്കുന്ന മണിവീണ കമ്പികളുടെ നാദം കൊണ്ട് മുഖരിതമായ അല്ലാഹുവിന്റെ സുഖലോലുപ സ്വർഗത്തിലേക്ക് നീ പോകുമ്പോൾ ആ രംഗം വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുകയാണ്. എല്ലാ ആയത്തുകളും നമ്മൾ സ്വർഗത്തെ പറ്റി കേൾക്കുമ്പോ ആയത്തുകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ആയത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? എങ്ങനെയാണോ സ്വർഗത്തിലേക്ക് നമ്മൾ മടങ്ങി പോവുക, ആ തറവാടാകുന്ന സ്വർഗത്തിലേക്ക് നമ്മൾ മടങ്ങി പോകുന്നത് നമ്മുടെ കുഞ്ഞിലതാ ഒരു സിനിമ പോലെ നമുക്ക് കാണാൻ പറ്റുന്ന ദൃശ്യാവിഷ്കാരം പോലെ നമുക്ക് അല്ലാഹുവിന്റെ ഖുർആനിന്റെ വരികൾ വായിച്ചെടുക്കാം. അല്ലാഹ് പറയുകയാണ്, സംഘമായി സ്വർഗത്തിലേക്ക് അല്ലാഹനെ സൂക്ഷിച്ച ആളുകളെ കൊണ്ടുവരികയാ. ഹത്താ ഇദാ ജാഊഹാ, അങ്ങനെ നീ സ്വർഗത്തിന്റെ മുന്നിലെത്തുമ്പോൾ, ആ സ്വർഗത്തിന്റെ വാതിൽക്കൽ നീ എത്തിച്ചേരുന്ന സമയത്ത് എവിടെയാണോ നിന്നെ മറമാടിയിട്ടുള്ളത്, ആ ഖബറിൽ നിന്ന് ഇസ്രാഫീൽ എന്ന മാലാഖ സൂറന്ന കാഹളത്തിലെ രണ്ടാമതൊരു ഊതുമല്ലോ. ആ ഊതുന്ന സമയത്ത് നീ നിന്റെ ഖബറിൽ നിന്ന് നീ എഴുന്നേറ്റ് അല്ലാഹുവിന്റെ കോടതിയിലേക്ക് വരുമല്ലോ. അവിടെ നിന്ന് നിന്നെ റബ്ബിന്റെ സുഖലോലുപ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഹത്താ ഇദാ ജാഊഹാ, നീ അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ മുന്നിലേക്ക് എത്തുമ്പോ വഫുതിഹത് അബ്വാബുഹാ, സ്വർഗത്തിന്റെ വാതിലുകൾ അതാ തുറക്കപ്പെടുകയാ. സ്വർഗത്തിന് 8 വാതിലുകൾ ഉണ്ടെന്നാണ്. ആ സ്വർഗത്തിന്റെ 8 വാതിലുകളും അതാ നിന്റെ മുന്നിൽ അങ്ങ് തുറക്കപ്പെടുകയാ. വഖാല ലഹും ഖസനതുഹാ, സ്വർഗത്തിന്റെ പാറാവുകാരായ അല്ലാഹുവിന്റെ മാലാഖമാരുണ്ടല്ലോ, റിദ്വാൻ എന്ന മലക്കിന്റെ നേതൃത്വത്തിലുള്ള മലക്കുകൾ, അവര് നിന്നോട് പറയുകയാണ്, സലാമുൻ അലൈക്കും, അസ്സലാമു അലൈക്കും എന്ന സലാം നിന്നോട് പറയുകയാ. എന്നിട്ട് പറയുന്നു, തിബ്തും ഫദ്ഖുലുഹാ ഖാലിദീൻ. ഒരു പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നീ വരുന്ന സമയത്ത് നിന്റെ വീട്ടിൽ എങ്ങനെയാണോ നിന്റെ വീട്ടുകാര് നിന്നോട് കാണിക്കുന്നത്, അതേ അവസ്ഥയല്ലേ? ആലോചിച്ചു നോക്ക്. വിദേശ രാജ്യത്ത് നിന്ന് ഫ്ലൈറ്റ് കയറി ടേക്ക് ഓഫ് കഴിഞ്ഞു. അവസാനം മംഗലാപുരത്ത് ഫ്ലൈറ്റ് അതാ ലാൻഡ് ചെയ്തു. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നിനക്ക് വേണ്ടി കൊണ്ടുവന്ന വാഹനത്തിൽ കയറി. ആ വാഹനം കയറിയിട്ട് നീ വീട്ടിലേക്ക് വരുമ്പോ അതാ സന്തോഷത്തോടെ വീട്ടിന്റെ പടിവാതിൽക്കൽ നീ എത്തിച്ചേരുന്ന സമയത്ത് ആ വീടിന്റെ വാതിൽ നിനക്ക് വേണ്ടി നിന്റെ പ്രിയപ്പെട്ടവളങ്ങ് തുറക്കുകയാ. ആ വീടിന്റെ വാതിൽ നിനക്ക് വേണ്ടി പ്രിയപ്പെട്ടവളങ്ങ് തുറക്കുകയാ. ഇവിടെയായിരുന്നല്ലോ നീ താമസിച്ചത്, ഇവിടെ നിന്നാണല്ലോ വിദേശ രാജ്യത്തേക്ക് നീ വണ്ടി കയറിയത്. ആ വീട്ടിലേക്ക് നീ വന്നപ്പോ നിന്റെ വീടിന്റെ കിളിവാതിൽ തുറക്കപ്പെടുകയാ. എന്നിട്ടോ വീട്ടുകാർ ഉമ്മ ഓടി വരികയാ, വാപ്പ ഓടി വരികയാ. പ്രിയപ്പെട്ടവരെല്ലാം ഓടി വന്നിട്ട് നിന്നോട് പറയുന്ന, സലാമുൻ അലൈക്കും, എന്റെ പൊന്നുമോനെ, നിനക്കല്ലാതെ രക്ഷ വരട്ടടാ, ഒരാപത്തുമില്ലാതെ തിരിച്ചു വന്നല്ലോ. ഇവിടെ നീ തിരിച്ചു വന്നല്ലോ, 2 വർഷമായി നീ മടങ്ങി വന്നല്ലോ. തിബുത്തും നിനക്ക് സന്തോഷം വരട്ടെ, നിനക്ക് മംഗളങ്ങൾ നേരുകയാ. ഫദ്ഖുലുഹാ ഖാലിദീൻ, നീ വീട്ടിലേക്ക് കേറ മോനെ, തറവാട്ടിലേക്ക് കേറടാ. ഇനി നീ വിദേശത്ത്
വിദേശത്ത് പോണ്ട, ഇനി നീ ഗൾഫിലൊന്നും പോകണ്ട, നിന്നെ പിരിഞ്ഞിരിക്കാൻ ഞങ്ങൾക്കാകില്ല മോനെ, ഉള്ളത് കൊണ്ട് നമുക്ക് കഴിയാം, നീ ഇനി വിദേശത്തൊന്നും പോകണ്ട എന്ന് പറഞ്ഞ് വാപ്പയും ഉമ്മയും ഭാര്യയും മക്കളും സഹോദരങ്ങളും നിന്നെ വീട്ടിലേക്ക് കയറ്റുകയാ. ഈ രംഗം ഒന്ന് ചിന്തിച്ചു മനസ്സിലേക്ക് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തു വെക്ക്. എന്നിട്ട് അല്ലാഹുവിന്റെ മടക്ക സ്ഥലമാകുന്ന തറവാടാകുന്ന സ്വർഗത്തിലേക്ക് നമ്മൾ പോകുന്ന രംഗം വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്ന ഭംഗിയായ ആയത്തിലേക്ക് നിങ്ങളൊന്ന് വരിക. അല്ലാഹു പറയുന്നു, വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നത്തി സുമറാ. ഇവിടെ ജീവിതത്തിൽ ഔറത്ത് മറച്ച് നടന്ന പെണ്ണ്, ഇവിടെ ജീവിതത്തിൽ വിശുദ്ധിയോടെ ജീവിച്ച പെണ്ണ്, ഇവിടെ പലിശ വാങ്ങാതെ ജീവിച്ച ചെറുപ്പക്കാരൻ, ഇവിടെ മദ്യപിക്കാതെ, ഇവിടെ പരദൂഷണം പറയാതെ, ആരെയും ഉപദ്രവിക്കാതെ, ആരെയും ഭീഷണിപ്പെടുത്താതെ, ആരെയും ഒറ്റുകൊടുക്കാതെ, ഇവിടെ നല്ല ജീവിതം നയിച്ച മനുഷ്യ, നീ നിന്റെ റബ്ബിന്റെ സ്വർഗമാകുന്ന തറവാട്ടിന്റെ മുമ്പിലെത്തുമ്പോൾ അതിന്റെ വാതിലുകൾ നിന്റെ നേരെ തുറക്കുകയാ. വഖാല ലഹും ഖസനതുഹാ സലാമുൻ അലൈക്കും തിബ്തും. അവിടുത്തെ പാറാവുകാരായ മലായിക്കത്തുകൾ പറയുന്നു, സലാം സലാം സലാം, കയറുമോനെ. എന്നിട്ട് അവർ പറയുന്നു, ഫദ്ഖുലൂഹാ ഖാലിദീ. ഇവിടെ ശാശ്വതമായി നീ കഴിഞ്ഞോ, ഇനി നിനക്ക് വിദേശത്തേക്ക് പോകണ്ട, ഇനി നീ നിന്റെ വിദേശത്തേക്ക് പോകണ്ട, ഇനി നീ ലോകത്തേക്ക് ഭൂമിയിലേക്ക് പോകണ്ട, ഇനി ഇവിടെ നീ ഖാലിദീ ശാശ്വതമായി തന്നെ കഴിയേണ്ടവനാണ്. ഇത് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിലേക്ക് നമ്മളെ കയറ്റുമെന്നല്ലേ, തറവാട്ടിലേക്ക് കയറ്റുമെന്നല്ലേ. ആ സമയത്ത് നമ്മുടെ അവസ്ഥ എന്താണെന്നറിയോ? വിദേശത്ത് നിന്ന് ഫ്ലൈറ്റ് ഇറങ്ങി വീട്ടിലേക്ക് വന്ന ചെറുപ്പക്കാരന്റെ മുഖത്ത് ആയിരം പ്രകാശം പരക്കുകയാ. 1000 സന്തോഷത്തിന്റെ രഥത്തിലേറിയവൻ സഞ്ചരിക്കുകയാ. ഇനി എന്നെ വിദേശത്തേക്ക് വിടില്ലെന്ന് എന്റെ ഭാര്യ പറയുകയാ. എന്റെ വാപ്പ പറയുന്നു, മക്കളെ തറവാട്ടിൽ നീ തന്നെ കഴിഞ്ഞോ, ഇനി പോകണ്ട. അങ്ങനെ പറയപ്പെടുന്ന കേൾക്കുന്ന ഒരു പ്രവാസിയുടെ മനസ്സിൽ വരുന്ന സന്തോഷം എത്ര വലുതാ. അതേ അവസ്ഥ തന്നെയല്ലേ സ്വർഗത്തിന്റെ മുന്നിലെത്തിയിട്ട് അള്ളാഹുവിന്റെ മാലാകമാരുടെ ആശീർവാദത്തോടെ സ്വർഗത്തിലേക്ക് കടന്നു വന്ന ചെറുപ്പക്കാരാ, നിന്റെ മുഖത്തെ പറ്റി വിശുദ്ധ ഖുർആൻ പറയുന്നതെന്തെന്നറിയോ? വുജൂഹി യൗമഇദിൻ നാളിറാ ഇലാ റബ്ബിഹാ നാളിറാ. വീട്ടിലേക്ക് വന്ന് നിന്റെ പ്രിയപ്പെട്ടവരെ കണ്ടപ്പോ നിന്റെ മുഖം പ്രസന്നമായതുപോലെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ സ്വർഗമാകുന്ന തറവാട്ടില് ഞാനും നിങ്ങളും മടങ്ങി ചെല്ലുമ്പോൾ പടച്ചവനെ നമ്മൾ കാണുകയാ. ആ സമയത്ത് വുജൂഹു യൗമഇദിൻ നാളിറാ, നമ്മുടെ മുഖം അതാ പ്രസന്നമാണ്, പ്രസന്നമാണ്, സന്തോഷമാണ്, സുസ്മേരവദനമാണ്. എന്തുകൊണ്ടെന്നറിയോ? ഇലാ റബ്ബിഹാ നാളിറോ, നമ്മുടെ പ്രിയപ്പെട്ട നാഥനാകുന്ന പടച്ചവനെ കണ്ടപ്പോ മുഖം പ്രസന്നമാവുകയാ. എന്തോ ഒരു സന്തോഷമാ. ആ സമയത്ത് പ്രിയപ്പെട്ടവരെ, വീട്ടിലേക്ക് വന്ന വിദേശ രാജ്യത്ത് നിന്ന് വന്നിറങ്ങിയവന് അവന്റെ വീട്ടിലേക്ക് കയറിയപ്പോൾ കണ്ടത് വാപ്പയാണല്ലോ, അവിടെ കണ്ടത് ഉമ്മയാണല്ലോ. 2 കൊല്ലം കഴിഞ്ഞു വാപ്പയെ കണ്ടിട്ട്, 2 കൊല്ലം കഴിഞ്ഞു ഉമ്മയെ കണ്ടിട്ട്, 2 കൊല്ലം കഴിഞ്ഞു കൂടെ പറന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ കണ്ടിട്ട്, സഹോദരങ്ങളെ കണ്ടിട്ട്, ജീവന്റെ ജീവനായ പൊന്നുമക്കളെ കണ്ടിട്ട് 2 കൊല്ലം കഴിഞ്ഞല്ലോ. ഇവിടെ 60ഉം 70ഉം വയസ്സ് ജീവിച്ച എന്റെ പ്രിയപ്പെട്ടവര്, ഇവിടെ നിന്ന് പടച്ചവന്റെ സ്വർഗത്തിലേക്ക് നിങ്ങളെ കടന്നുപോയി കഴിഞ്ഞാൽ അവിടെ അതാ നിങ്ങൾ കാണുന്നത് ആരെയാണെന്നറിയോ? മുഖപ്രസന്നതയോടെ അള്ളാഹുവിന്റെ സ്വർഗം എന്ന നമുക്ക് തന്ന തറവാട്ടിലേക്ക് നമ്മൾ കാലെടുത്തു വെക്കുമ്പോൾ അവിടെ ആരാണുള്ളതെന്നറിയോ? സ്വർഗത്തിൽ നീ നോക്കും ഇതാരൊക്കെയാണ്? അല്ലാഹ്. ആ സ്വർഗത്തിൽ നീ ആരെയാണ് കാണുന്നതെന്നറിയോ? ജന്നാത്തു അദ്നിൻ യദ്ഖുലൂനഹാ വമൻ സലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം വൽ മലായികതു യദ്ഖുലൂന മിൻ കുല്ലി ബാബിൻ സലാമുൻ അലൈക്കും. അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്തുർ റഅദ് പറയുകയാ, ജന്നാത്തു അദ്നിൻ, അവിടെ സ്വർഗ്ഗത്തിലേക്ക് നീ കയറി പോകുമ്പോൾ അവിടെ നിനക്ക് കാണാൻ പറ്റുന്നത് ആരെയാണ്? വമൻ സലഹ മിൻ ആബാഇഹിം, നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ അവിടെയുണ്ട്. അൽഹംദുലില്ലാഹ്. അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലെ
എന്റെ പ്രിയപ്പെട്ട വാപ്പയുണ്ട്, ഉമ്മയുണ്ടല്ലോ, വസ്വാജിയും നിന്റെ ഭാര്യയുണ്ടല്ലോ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരുണ്ടല്ലോ, വധുറ്റിയാത്തിയും നിങ്ങളുടെ ആണുങ്ങളിലും പെണ്ണുങ്ങളിലും പെട്ട പൊന്നുമക്കളുണ്ടല്ലോ, ആൺമക്കളായും പെൺമക്കളായും നിങ്ങളുടെ പൊന്നുമക്കൾ അവിടെ ഉണ്ടല്ലോ. വൽ മലായികത്തു യദ്ഖുലൂന മിൻ കുല്ലി ബാബ്, മലായികത്തുകൾ എല്ലാ വാതിലൂടെയും നിന്റെ അടുത്ത് വരികയാ. എന്നിട്ട് അവരൊക്കെ എപ്പോഴും പറയാനുള്ളത് സലാമുൻ അലൈക്കും, സലാമുൻ അലൈക്കും. ഇതെന്റെ പ്രിയപ്പെട്ടവരെ തറവാട്ടിലേക്ക് നമ്മൾ മടങ്ങി പോകുമ്പോ കാണേണ്ട കാഴ്ചയാണ്. ഈ കാഴ്ച ഈ സദസ്സിൽ ഒരുമിച്ച് കൂടി എന്ന ഒറ്റ കാരണം കൊണ്ട് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ പറയും സഹോദരങ്ങളെ. ഒരാളുടെ ആമീൻ മതി, ഒറ്റൊരു മനുഷ്യന്റെ ആമീൻ കൊണ്ട് നമുക്ക് രക്ഷപ്പെടാം. മൂസാ നബി ദുആരന്നു, ഹാറൂൻ നബി ആമീൻ പറഞ്ഞു, ഒരാൾ ദുആരന്നു, മറ്റേയാൾ ആമീൻ പറഞ്ഞു. അല്ലാഹ് പറഞ്ഞ എന്താ? ഖദ് ഉജീബത് ദഅവതുകുമാ, നിങ്ങളുടെ രണ്ടുപേരുടെയും ദുആ സ്വീകരിച്ചു. ദുആരക്കുന്ന ഞാനാണെങ്കിലും ആമീൻ എന്ന് പറഞ്ഞാൽ അത് ദുആ സ്വീകരിക്കണേ എന്നാണ് അതിനർത്ഥം. അപ്പൊ നിങ്ങളുടെ ആമീനും ദുആയാണ്. ഒരാളുടെ ഈ സദസ്സിരിക്കുന്ന ഒരാളുടെ ആമീൻ മതിയല്ലോ. ആ ആമീൻ കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ യഥാർത്ഥ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോവാൻ. അതുകൊണ്ടാണ് അല്ലാഹ് പറഞ്ഞത്, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. സമയം ശരവേഗത്തിൽ പോവാ. ഇനി ആകെ ഒറ്റ മണിക്കൂറേ ഉള്ളൂ, ഒറ്റ മണിക്കൂറേ ഉള്ളൂ. ശ്രദ്ധിച്ചിരുന്നോളി. നമ്മുടെ വിഷയത്തിന്റെ തുടക്കമായതേ ഉള്ളൂ എന്ന് വെച്ചിട്ട് ഞാൻ ഇനി നിങ്ങളെ ഇരുത്തി അങ്ങോട്ട് ബുദ്ധിമുട്ടിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. നിങ്ങൾ ഇനിയും പ്രസംഗിച്ചെങ്കിൽ കൊള്ളാം എന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ അവസാനിപ്പിക്കും ഇൻഷാ അല്ലാഹ്. എന്റെ പൊന്നു സഹോദരങ്ങളെ, നമ്മൾ മരണപ്പെട്ട് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഇത് വിശദീകരിക്കേണ്ട വിഷയമാണ്. ഒരു പ്രവാസി വന്നിറങ്ങി സ്വീകരിച്ച് കെട്ടിപ്പിടിച്ച് വാരി പുണർന്ന് നേരെ വീട്ടിൽ കൊണ്ടുവന്ന് വാതിൽ തുറന്ന് കയറ്റിയിരുത്തിയിട്ട് വാപ്പ പറയാൻ, വാപ്പ ആയിരുന്നല്ലോ പ്രശ്നം, പോടാ ഗൾഫിൽ പോടാ, പൈസ ഉണ്ടാക്കടാ, പോയിട്ട് വാടാ എന്നൊക്കെ പറഞ്ഞു വിട്ടത്. ആ വാപ്പ പറയാണ്, ഇനി നീ പോണ്ട. ഉമ്മ പറയുന്നു, പൊന്നുമോനെ നീ പോകണ്ടടായി. ഭാര്യ പറയുന്നു, ഇക്കാ ഉള്ളത് കൊണ്ട് നമുക്ക് കഴിയാം, നിങ്ങൾ പോകരുത്, നിങ്ങളെ കാണാതിരിക്കാൻ എനിക്ക് പറ്റില്ല. മക്കള് പറയുന്നു, വാപ്പിച്ച പോകരുത്, പോകരുത്. എല്ലാരും അങ്ങനെ പറയുമ്പോ നിന്റെ മനസ്സിന്റെ സന്തോഷം മുഖത്ത് പ്രസന്നത്തോടുകൂടി നിന്റെ എല്ലാ ബന്ധുക്കളെയും നീ കാണുക. 2 കൊല്ലമായി, 5 കൊല്ലമായി, 3 കൊല്ലമായി. ആ സമയത്ത് എല്ലാരും നിന്റെ വീട്ടിൽ ഒരുമിച്ച് കൂടി. അപ്പോൾ ഉള്ള മനസ്സിന്റെ ആ സന്തോഷം ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇത് എന്നല്ലേ സ്വർഗം, ഇതെന്നല്ലേ തറവാട്ടിൽ പോകുന്നത്. ഇവിടെ നിന്ന് മടങ്ങിപ്പോക്കോ, വിസ തീർന്ന മോനെ കയറിപ്പോക്കോ. അവിടെ ചെല്ലുമ്പോ وسيق الذين اتقوا ربهم من الجنة زمرا حتى إذا جاءوها فتحت أبوابها وقال لهم خزنتها ألم الله പറയുന്നു, فتحت أبوابها, സ്വർഗ്ഗത്തിന്റെ വാതിലുകൾ അങ്ങോട്ട് തുറന്നിടും. എന്നിട്ടോ അവര് നേരെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവര് പറയും, وقال لهم خزنتها سلام عليكم طبتم فادخلوها خالدين, കേറിക്കോ സന്തോഷം, കേറിക്കോ, ഇനി നീ പുറത്തേക്ക് പോകണ്ട. നമ്മൾ മുഖം സന്തോഷത്തോടെ സ്വർഗ്ഗത്തിലേക്ക് അങ്ങ് കയറുമ്പോ അവിടെ കാണുന്നത് എന്താ? ജന്ന വാപ്പ ഉമ്മ വസുവാജിയും കെട്ടിയോന് കെട്ടിയോള് കെട്ടിയോക്ക് കെട്ടിയോൻ വധുരിയാത്തിയും ആൺ പെൺ മക്കളിൽ നിന്ന് എല്ലാരും സ്വർഗത്തിലുണ്ട്. ഇനി എന്താ നിനക്ക് വേണ്ടത്? ഇനി നീ ശാശ്വതമായി നിന്റെ തറവാട്ടിൽ തന്നെ കഴിയണം. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിന് എന്ത് ചെയ്യണം അത് ഞാൻ പറയാം. എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. അതുകൊണ്ടാണ് ആ സ്വർഗത്തിലേക്ക് പോകാൻ ആഗ്രഹിച്ച എത്ര സഹാബത്തുണ്ടെന്നറിയോ? നമുക്ക് കാലിൽ എന്തെങ്കിലും ഒരു വേദന വന്നാൽ പിന്നെ നമസ്കാരമില്ല, വയറിന് എന്തെങ്കിലും ഒരു അസ്വസ്ഥത വന്നാൽ പിന്നെ നോമ്പില്ല, സാമ്പത്തികമായി എന്തെങ്കിലും ഒരു പരാധീനത വന്നാൽ പിന്നെ സക്കാത്തില്ല, നമുക്ക് എന്തെങ്കിലും യാത്രയ്ക്ക് അസൗകര്യം വന്നാൽ പിന്നെ ഹജ്ജില്ല. നമ്മുടെ ജീവിതത്തിൽ അമലുകൾ ചെയ്യാനുള്ള നമ്മുടെ മടിയുണ്ടല്ലോ, നമ്മൾ ഓരോരുത്തരുടെയും മടി, ആ മടിയും അലസതയും നമുക്ക് അമല് ചെയ്യാനുള്ള ആ ഒരു താല്പര്യമില്ലായ്മയും
നമ്മുടെ ജീവിതത്തിന്റെ ഇന്നലകളിൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനു വേണ്ടി പോരാടിയ, ഇവിടെ വായിച്ചല്ലോ, ഇവിടെ ഓതിയല്ലോ, മജ്ലിസുൻ നൂർ എന്ന മഹത്തായ അസ്ഹാബുൽ ബദരിന്റെ പേര് പറഞ്ഞിട്ട് ഇവിടെ ദുആ ചെയ്തു. ആ മഹാരഥന്മാരായ ബദരീങ്ങൾ, ആ പ്രിയപ്പെട്ട ബദരീങ്ങളുടെ പദവി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സഹാബി അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലേക്ക് കടന്നു വരികയാ. നബിയേ, എനിക്ക് ബദറിൽ പങ്കെടുക്കണം. അല്ലാഹുവിന്റെ റസൂലും സമ്മതിച്ചില്ല. എന്താ സമ്മതിക്കാത്തതെന്നറിയോ? ന്യായമായും ഒരു കാരണമുണ്ട് അദ്ദേഹത്തിന്. ഇല്ലെങ്കിൽ അള്ളാന്റെ ഹബീബ് എന്ന് അനുവദിച്ചിരുന്നുവെങ്കിൽ ഇവിടെ നമ്മൾ ഇന്ന് ഓതിയ ആ ബദരിയത്തിൽ, ആ സുഹാബുൽ ബദറിനെ പറ്റി പറയുന്ന മജ്ലിസുൻ നൂറിൽ നമ്മൾ മനോഹരമായി ഈ സഹാബിയുടെ പേര് കൂടി നമ്മൾ പറഞ്ഞേനെ. ആ സഹാബിയുടെ പേര് നമ്മൾ ഓതിയ മജ്ലിസുൻ നൂറിന്റെ കിതാബിലില്ല. എന്തുകൊണ്ട്? അദ്ദേഹത്തിന് റസൂലുള്ളാഹി അനുവാദം കൊടുത്തില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ കാരണം? അദ്ദേഹത്തിന്റെ പേരെന്താ? മഹാനായ അബ്ദുല്ലാഹ് അംർ ബിൻ ജമൂഹ്. മഹാനായ അംർ ബിൻ ജമൂഹ് റളിയല്ലാഹു അൻഹു. എന്താ ഹബീബായ പ്രവാചകൻ അനുവാദം കൊടുക്കാത്തതെന്നറിയോ? മഹാനായ പ്രവാചകൻ മുത്തളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് ആ അംർ ബിൻ ജമൂഹ് റളിയല്ലാഹു അൻഹുവിന് അനുവാദം കൊടുക്കാത്ത കാരണം എന്തെന്നറിയോ? അംർ ബിൻ ജമൂഹ് റളിയല്ലാഹു അൻഹു മുടന്തനാണ്. അംർ ബിൻ ജമൂഹ് റളിയല്ലാഹു അൻഹു വികലാംഗനാണ്. കാലിന് വൈകല്യമുള്ള സഹാബിയായതുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ആഗ്രഹമുണ്ട് നബിയേ, എനിക്ക് യുദ്ധം ചെയ്യാൻ കൊതിയുണ്ട് നബിയേ, അള്ളാന്റെ ദീനിനു വേണ്ടി പടപൊരുതാൻ എനിക്ക് ആഗ്രഹമുണ്ട് നബിയേ, കഴിഞ്ഞില്ലെങ്കിൽ ധീര രക്തസാക്ഷിത്വം വരിക്കാൻ എനിക്ക് കൊതിയുണ്ട് നബിയേ, എന്നെ അനുവദിക്കണമെന്ന് പറഞ്ഞു കടന്നു വരുമ്പോ അള്ളാഹുവിന്റെ റസൂല് അനുമതി കൊടുത്തില്ല. വീണ്ടും ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് വരികയാണ് അംർ ബിൻ ജമൂഹ് റളിയല്ലാഹു അൻഹു. ഉഹദ് യുദ്ധം നടക്കുന്ന സമയത്ത് വരികയാണ്, യാ റസൂലല്ലാഹ്, എനിക്ക് അനുവാദം തരണം നബിയേ, ഈ മുടന്തുണ്ടായത് എന്റെ കുറ്റമല്ലല്ലോ, എന്റെ കുറ്റമല്ലല്ലോ, ഞാനായിട്ട് മുടന്തുണ്ടായതല്ലല്ലോ, ഈ വൈകല്യം ഞാൻ വരുത്തി വെച്ചതല്ലല്ലോ, എന്റെ റബ്ബ് എനിക്ക് അറിഞ്ഞു തന്നതല്ലേ, അതുകൊണ്ട് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ നിന്ന് നിങ്ങൾ എന്നെ ആട്ടി ഓടിക്കല്ലേ റസൂലേ. ഈ ഉഹദിന്റെ പോരാട്ട ഭൂമിയിൽ ഇറങ്ങാൻ, ഈ രണഭൂമിയിൽ ഇറങ്ങാൻ, ഈ രണാങ്കണത്തിൽ ഇറങ്ങി ഇസ്ലാമിന് വേണ്ടി പോരടിക്കാൻ എനിക്ക് അനുവാദം തരണം റസൂലേ. ഇത് പറഞ്ഞപ്പോ റസൂലുള്ളാഹി അനുവാദം കൊടുത്തു. സഹോദരങ്ങളെ, നമ്മളാണെങ്കിൽ 100,000 ന്യായങ്ങൾ നിരത്തിയിട്ട് ആനുകൂല്യം പറ്റാൻ നടക്കുമ്പോ അംർ ബിൻ ജമൂഹിനെ പറയാമായിരുന്നല്ലോ, റസൂലേ, എന്റെ കാല് വൈകല്യമുള്ള കാലാ, ഞാൻ വികലാംഗനാണ് നബിയേ, അതുകൊണ്ട് ഞാൻ യുദ്ധത്തിന് വരുന്നില്ല എന്ന് പറഞ്ഞു മാറാമല്ലോ. പക്ഷെ റസൂലുള്ളാഹി എതിർത്തിട്ട് പോലും എനിക്ക് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരികയാ. ആ സഹാബിക്ക് ഉഹദിൽ അനുമതി കിട്ടി. അനുമതി കിട്ടിയ ശേഷം ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് വാളുമേന്തി പോകാൻ അംർ ബിൻ ജമൂഹ് റളിയല്ലാഹു തആല വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് തൊട്ടു മുമ്പ് ആ വീട്ടിൽ ഒരു വലിയ നാടകീയ രംഗം നടക്കുകയാ. എന്താണെന്നല്ലേ? ഒളുവെടുത്തു, 2 റക്അത്ത് നമസ്കരിച്ചു. എന്നിട്ട് അംർ ബിൻ ജമൂഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്തെന്നറിയോ? 2 റക്അത്ത് നമസ്കാരം നിർവഹിച്ചിട്ട് അല്ലാഹുവിന്റെ മുന്നിലേക്ക് കരങ്ങളെ ഉയർത്തുകയാ. എന്നിട്ട് മഹാനായ അംർ ബിൻ ജമൂഹ്, അല്ലാഹു ആ മഹാനായ സഹാബിയുടെ ഗുരുത്വവും പൊരുത്തവും ഈ സദസ്സിലിരിക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ അല്ലാ. ആ സഹാബിയുടെ ഗുരുത്വം ഈ സദസ്സിൽ ഇറക്കണേ അല്ലാ. അവിടുത്തെ സാന്നിധ്യമാ റൂഹിയായ സാന്നിധ്യം ഇവിടെ തരണേ അല്ലാ. അവരുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ നീ ധന്യമാക്കണേ അല്ലാ. 2 റക്അത്ത് നമസ്കരിച്ചിട്ട് റബ്ബിലേക്ക് കരങ്ങളെ ഉയർത്തുകയാ. എന്നിട്ട് അംർ ബിൻ ജമൂഹ് റളിയല്ലാഹു അൻഹു ദുആ ഇറക്കുകയാ, അല്ലാഹുമ്മ ർസുഖ്നി ഷഹാദാ വലാ തറുദ്നി ഇലാ അഹ്ലി.
പടച്ചവരെ എനിക്ക് രക്തസാക്ഷിത്വം തരണേ അല്ലാ, എനിക്ക് വികലാംഗനായ എനിക്ക് നീ ധീര രക്തസാക്ഷിത്വം തരണേ അല്ലാ, എന്റെ ശരീരം പീസ് പീസാക്കപ്പെടണേ അല്ലാ, എന്റെ ശരീരത്തിന്റെ രക്തം ധാരധാരയായി നിന്റെ വിശുദ്ധമായ ദീനിന്റെ പോരാട്ടത്തിന്റെ ഭൂമിയിൽ വീഴണേ അല്ലോ. വലാ തറുദ്ദനി ഇലാ അഹ്ലി, എന്റെ കുടുംബത്തിലേക്ക് നീ എന്നെ തിരിച്ചു കൊണ്ടുവരല്ലേ അല്ലാ, എന്റെ ഭാര്യ മക്കളിലേക്ക് നീ എന്നെ തിരിച്ചു കൊണ്ടുവരല്ലേ അല്ലാ. ഇത് പറഞ്ഞുകൊണ്ട് രണാങ്കണത്തിലേക്ക് ഇറങ്ങുകയാ. ബിസ്മി ചൊല്ലി രണാങ്കണത്തിലേക്ക് ഇറങ്ങി തക്ബീർ ധ്വനികളോട് മഹാനായ അംർ ബിൻ ജമൂഹ് റളിയല്ലാഹു അൻഹു ധീരമായി മുന്നേറുമ്പോ ശത്രുക്കളോട് പോരാടുകയാ. വാളുകളുടെ ശബ്ദം ഇങ്ങനെ അന്തരീക്ഷം കോൽമയിൽ കൊള്ളുകയാ, പൊടിപടലങ്ങൾ പാറുകയാ. അംർ ബിൻ ജമൂഹ് റളിയല്ലാഹു അൻഹു എവിടെയാണെന്ന് ആർക്കും അറിയില്ല. കാലിന് സ്വാധീനക്കുറവാണ്, വൈകല്യമാണ്, വികലാംഗനാണ്, മുടമ്പനാണ്. മഹാനായ അംർ ബിൻ ജമൂഹ് തങ്ങൾ എവിടെയാണെന്ന് കൂടെയുള്ളവർക്കറിയില്ല. അംർ ബിൻ ജമൂഹ് റളിയല്ലാഹു അൻഹുവിനെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ അവിടുത്തെ ശബ്ദമതാ ഉഹുദിൽ മുഴങ്ങി കേൾക്കുകയാ. എന്താ ശബ്ദമെന്നറിയോ? ഇന്നീ മുസ്താഖുൻ ഇലൽ ജന്ന. അദ്ദേഹത്തിന്റെ തക്ബീർ ധ്വനികൾ കഴിഞ്ഞാലുള്ള മന്ത്രമിതാ, ഇന്നീ മുസ്താഖുൻ ഇലൽ ജന്ന, ഇന്നീ മുസ്താഖുൻ ഇലൽ ജന്ന, ഇന്നീ മുസ്താഖുൻ ഇലൽ ജന്ന. അല്ലാഹുവേ, എന്റെ തറവാട് ഞാൻ കൊതിക്കുകയാണല്ലാ, എന്റെ തറവാട്ടിലേക്ക് എനിക്ക് പോകണമല്ല, എന്റെ സ്വർഗ്ഗത്തിലേക്ക് എനിക്ക് മോഹമുണ്ട് റബ്ബേ എന്ന് പറഞ്ഞിട്ട് ധീരമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ശബ്ദം മാത്രമാണ് സഹാബത്ത് കാണുക. അദ്ദേഹം എവിടെയാണെന്ന് കാണുന്നില്ല. കുറെ നേരം കഴിഞ്ഞപ്പോ അംർ ബിൻ ജമൂഹ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ വെട്ടേൽക്കുകയാ. അംർ ബിൻ ജമൂഹ് റളിയല്ലാഹു അൻഹു ഉഹുദിൽ രണാങ്കണത്തിൽ വീണ് ഷഹീദാവുകയാ. ഞാൻ ചുരുക്കി പറയട്ടെ, മഹാനായ അംർ ബിൻ ജമൂഹ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം ആ യുദ്ധത്തിന് ശേഷം റസൂലുള്ള ഓരോന്നും ഐഡന്റി ചെയ്യുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് വന്നിട്ട് ഓരോന്നും തിരിച്ചറിയാനുള്ള ശ്രമം നടത്തുമ്പോ അംർ ബിൻ ജമൂഹ് എന്ന് പറയുന്ന വികലാംഗനായ സഹാബിയുടെ ശരീരം കാണുകയാ. ആ സമയത്ത് റസൂലുള്ള അതിലേക്ക് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാ. ഞാൻ എത്ര തവണ വേണ്ടെന്ന് പറഞ്ഞതാ, സ്വർഗത്തിലേക്കുള്ള തറവാട്ടിലേക്കുള്ള മോഹമാണ്, അല്ലാഹുവിനോടുള്ള ഇഷ്ടമാണ്, ദീനിനോടുള്ള താല്പര്യമാണ്, ഈ ദുനിയാവിനോടുള്ള വിരക്തിയാണ് ഈ കിടക്കുന്ന അംർ ബിൻ ജമൂഹ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹാബിക്കുള്ളത്. അല്ലാഹുവിന്റെ ഹബീബ് അംർ ബിൻ ജമൂഹ് റളിയല്ലാഹു അൻഹുവിന്റെ ചേതനകറ്റ ശരീരത്തിലേക്ക് നോക്കുമ്പോൾ റസൂലുള്ളാഹിന്റെ കണ്ണിൽ പെട്ടെന്ന് ഉടക്കിയത് ആ വൈകല്യമുള്ള കാല, ആ വികലാംഗനായ സഹാബിയുടെ കാല. ആ കാലിലേക്ക് നോക്കിയിട്ട് റസൂലുള്ള അവിടെ നിന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞതെന്തെന്നറിയോ? ഇന്നി അറാ ഫിൽ ജന്നതി യംശി സഹീഹാ. അംർ ബിൻ ജമൂഹിന് ഈ ദുനിയാവിലെ വൈകല്യമുള്ളു മക്കളെ, അംർ ബിൻ ജമൂഹിന് ദുനിയാവിലെ നടക്കാനേ വൈകല്യമുള്ളു സഹാബ. ഇന്നി അറാ ഫിൽ ജന്നതി യംശി സഹീഹാ. ഈ വൈകല്യമുള്ള മുടന്തൻ കാലും വെച്ചുകൊണ്ട് അംർ ബിൻ ജമൂഹ് സ്വർഗ്ഗത്തിൽ നന്നായിട്ട് നടക്കുന്നത് ഞാൻ കാണുന്നുണ്ട് സഹാബ. സ്വർഗ്ഗത്തിൽ അംർ ബിൻ ജമൂഹിന്റെ കാലുകൾക്ക് സ്വാധീനക്കുറവില്ല, ആ കാലുകൾക്ക് വൈകല്യമില്ല, ആ കാലുകൾക്ക് വൈരൂപ്യമില്ല, ആ കാലുകൾക്ക് മുടന്തൊന്നുമില്ല. സ്വർഗ്ഗത്തിൽ നന്നായിട്ട് നടക്കുന്നത് ഞാൻ കാണുകയാ. സഹോദരങ്ങളെ, മരണപ്പെട്ട വാർത്ത എറിഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് ഭാര്യ വരികയാ. യുദ്ധം അവസാനിച്ചു. സഹാബാക്കളുടെ രക്തസാക്ഷിത്വം വരിച്ച ശരീരം മറമാടാൻ തീരുമാനിക്കുകയാ. ആ കൂട്ടത്തിൽ അംർ ബിൻ ജമൂഹ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരവും കിടക്കുകയാ, ചോരയിൽ കുളിച്ച്. പ്രിയപ്പെട്ട ഭാര്യ ഓടി വരികയാ. എന്നിട്ടൊരു ഒട്ടകവുമായി കടന്നു വന്നിട്ട് ഒട്ടക കട്ടിലേക്ക് എടുത്ത് ജനാസ വെക്കുകയാ. എന്നിട്ട് ആ ഒട്ടകത്തെ തെളിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്
അംർ ബിൻ ജമൂഹ് ഇരിക്കുന്ന ഒട്ടകം ചലിക്കുന്നില്ല. ആ ഒട്ടകം മുട്ടുകുത്തി കിടക്കുകയാണ്, എഴുന്നേക്കുന്നില്ല. അംർ ബിൻ ജമൂഹ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരമുള്ള ഒട്ടകം ചലിക്കാതെ വന്നപ്പോൾ പഠിച്ച പണി 18 നോക്കിയിട്ട് നടക്കുന്നില്ല. റസൂലുള്ളാഹി വന്ന മൂക്ക് കയറി പിടിച്ചിട്ടും ആ ഒട്ടകം എഴുന്നേക്കുന്നില്ല. അല്ലാഹുവിന്റെ ഹബീബ് ആ സമയത്ത് പ്രിയപ്പെട്ട ഭാര്യയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഈ അംർ ബിൻ ജമൂഹ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ആ സമയത്ത് ഭാര്യ പറഞ്ഞു, റസൂലേ പറഞ്ഞിരുന്നു. എന്താ പറഞ്ഞത്? അല്ലാഹുവിന്റെ മുന്നിൽ 2 റക്അത്ത് നമസ്കരിച്ചിട്ട് കരങ്ങൾ ഉയർത്തിയിട്ട് ദുആ ചെയ്തു, അല്ലാഹുമ്മ ർസുഖ്നി ഷഹാദ വലാ തറുദ്ദനി ഇലാഹിലി. എനിക്ക് രക്തസാക്ഷിത്വം തന്നാൽ മാത്രം പോരെ റബ്ബേ, ഇനി എന്റെ ശരീരം വീട്ടിലേക്ക് കൊണ്ടുവരേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാ. എന്റെ പ്രിയതമന് ദുആ ചെയ്തത് അങ്ങനെയാ. ഇനി ഒരിക്കലും എന്റെ ഭൗതിക ശരീരം എന്റെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. എനിക്ക് വേണ്ടത് എന്റെ തറവാടാണ്, എനിക്ക് വേണ്ടത് അല്ലാഹുവേ നീ തരുന്ന സ്വർഗമാണ് എന്നെന്റെ പ്രിയതമന് ദുആ ചെയ്തു റസൂലേ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അത് തന്നെയാണ് പെങ്ങളെ, ഇനി കൊണ്ടുപോകൽ നടക്കൂല. അങ്ങനെ ഉഹദ് എന്ന് പറയുന്ന മൈരിക്കത്തില്, ഉഹദ് എന്ന് പറയുന്ന രണാങ്കണത്തില് ഇന്നും വിശുദ്ധമായ കഅബാലയത്തിൽ നിന്ന് ഹജ്ജ് ഉംറയും നിർവഹിച്ചവര് പരിശുദ്ധമായ മദീനത്തേക്ക് യാത്ര ചെയ്തു കഴിഞ്ഞാൽ മദീനയിൽ നിന്ന് 3-4 കിലോമീറ്റർ അപ്പുറത്തുള്ള ഉഹദ് മലയുടെ താഴത്ത് ആ ഉഹദിന്റെ രണാങ്കണത്തിന്റെ മൈരിക്കത്ത് എന്ന് പറയുന്ന വളച്ചു കെട്ടിയ സ്ഥലത്ത് മഹാനായ അംർ ബിൻ ജമൂഹ് റളിയല്ലാഹു തആല ഉറങ്ങിക്കിടക്കുകയാ. നാളെ നമുക്ക് കാണാം. ഇന്ന് അംർ ബിൻ ജമൂഹിനെ മനസ്സിലാക്കി എന്റെ കർണാടകക്കാര് സ്വർഗ്ഗത്തിൽ വരുമ്പോൾ ആ വൈകല്യമുള്ള കാല് നമ്മൾ കാണൂല. ആ കാല് അറേബ്യയിലെന്ന് ജീവിച്ചിരുന്നവരെ കണ്ടിട്ടുള്ളൂ. ഇനി നമ്മൾ കാണുന്നത് എംഷി സഹീഹ, നന്നായിട്ട് സ്വർഗ്ഗത്തിലൂടെ നടന്നു പോകുന്ന അംർ ബിൻ ജമൂഹിനെയാ നമുക്ക് കാണാൻ പറ്റുക. അവരാഗ്രഹിച്ചത് അള്ളാഹുവിന്റെ സ്വർഗമെന്ന് പറയുന്ന റബ്ബ് കൊടുക്കുന്ന തറവാട്ടിലേക്ക് പോകാനുള്ള കൊതിയാ. ആ ഒരു കൊതി അംർ ബിൻ ജമൂഹ് എന്ന് പറയുന്ന വൈകല്യമുള്ള പ്രിയപ്പെട്ട സഹാബിയുടെ മനസ്സിന്റെ ഉള്ളറകളിൽ ഉണ്ടായിരുന്ന ആ അദമ്യമായ ആഗ്രഹം അള്ളാഹു സാധിപ്പിച്ചു കൊടുത്തു. നമുക്ക് വേണം, നമുക്ക് തറവാട്ടിലേക്ക് മടങ്ങി പോകണം. ഏതുപോലെ കാത്തിരിക്കുന്ന, കാണാൻ കൊതിച്ചിരിക്കുന്നവരുടെ മുന്നിൽ ഒരു കുടുംബനാഥൻ വരുമ്പോൾ ആ ആഗ്രഹത്തോടെ സ്വീകരിക്കുന്നവരെ പോലെ അള്ളാഹു നമ്മളെ സ്വീകരിക്കണം. അള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ. ഇനി രണ്ടാമതൊരു രീതിയുണ്ട്. എന്താണെന്നറിയോ? അള്ളാഹു നമുക്ക് ആർക്കും ആ ഒരു അവസ്ഥ തരാതിരിക്കട്ടെ. രണ്ടാമത്തൊരു രീതി അബുൽ ഹാസിം റളിയല്ലാഹു അൻഹു പറയുന്നു, തറവാട്ടിലേക്ക് മടങ്ങി പോകുമ്പോ രണ്ടാമതൊരു രീതിയുണ്ട്. അതെങ്ങനെയാണ്? അമ്മൽ ആസ്വി, പാപം ചെയ്തവൻ, പലിശ വാങ്ങിയവൻ. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, കഞ്ചാവിനടിമപ്പെട്ടവൻ, കഞ്ചാവിനടിമപ്പെട്ടവർ. ഇന്നത്തെ ചെറുപ്പക്കാർ അല്ല, ചെറുപ്പക്കാരികൾ, ചെറുപ്പക്കാർ അല്ല. പണ്ടാണ്, നിങ്ങൾ നോക്കൂ, ഈ പ്രസംഗം തുടങ്ങുന്ന സമയത്തൊക്കെ എല്ലാ ആളുകളും പ്രസംഗിക്കുമ്പോ പറഞ്ഞിരുന്ന വിഷയം എന്താണ്? യുവാക്കളെ പറ്റിയാണ്. യുവാക്കൾക്ക് ഇപ്പൊ എന്താ പ്രശ്നം? യുവാക്കൾക്ക് ഇപ്പൊ എന്താണ് പ്രശ്നം? സകല കമ്മിറ്റിയിലും യുവാക്കൾ സജീവമാണ്. യുവതലമുറ മഹല്ല് പരിപാലന സമിതികളിൽ സജീവമാണ്. അവര് ചാരിറ്റിയിൽ മുൻപന്തിയിലാണ്. അവരെല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിലാണ്. ഇന്ന് ആരാണ് അതപ്പതിച്ചു പോയത്? കൗമാരക്കാരാണ്. 18 വയസ്സിന് താഴോട്ട്, 12-13 വയസ്സിന് മുകളിലോട്ട്. ഈ ഒരു 5 വർഷക്കാലത്തെ കൗമാര ജീവിതത്തിന്റെ ഓരോ ആണും പെണ്ണും മയക്കുമരുന്നിനടിമകളാണ്. മയക്കുമരുന്നിനടിമകളാണ്. നമ്മുടെ പ്ലസ് ടുവിനും പ്ലസ് വണ്ണിനും 10ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും ഡിഗ്രിക്കും അതുപോലെ തന്നെ മറ്റ് PGക്കൊക്കെ പഠിക്കുന്ന നമ്മുടെ സമുദായത്തിലെ പെൺകുട്ടികളുണ്ടല്ലോ, ആ സമുദായത്തിലെ സഹോദരിമാരാണ് ഇന്ന്
ഏറ്റവും കൂടുതൽ കഞ്ചാവിനടിമപ്പെട്ടത്, മയക്കുമരുന്നിനടിമപ്പെട്ടത്. മുസ്ലിം പെണ്ണ് അവളുടെ കണ്ണുനീരിനെതിരെ നാഴികയ്ക്ക് 40 വട്ടം പ്രസംഗിക്കുന്നവരും ചാനൽ വന്നിരുന്ന് ഘോരഘോരം സംസാരിക്കുന്നവരും ഈ മുസ്ലിം പെൺകുട്ടികളടക്കമുള്ള കൗമാരക്കാരികളായ കോളേജ് കുമാരികളായ ഇവിടത്തെ പ്രിയപ്പെട്ട സഹോദരിമാര് മയക്കുമരുന്നിനും കഞ്ചാവിനും അടിമപ്പെട്ടു പോയി. അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കറുത്ത കരങ്ങൾ ആരാണെന്ന് കണ്ടുപിടിക്കാൻ യാതൊരു ശ്രമവും നടത്തുന്നില്ല. ഇവർക്ക് ഇതാരാ കൊടുക്കുന്നത്? ഞാൻ തുറന്നു പറയാണ്, നമ്മുടെ റമളാൻ അവസാനത്തെ 10 ഇവിടെയൊക്കെ എങ്ങനെയാണെന്നറിയില്ല. കേരളത്തില് സജീവമാണ് പരിശുദ്ധമായ റമളാൻ മാസത്തിന്റെ അവസാന 10. എനിക്ക് നേരിട്ടറിയുന്ന ഒരു കാര്യം, 10-13 വർഷമായി തലസ്ഥാന നഗരിയിലെ ഒരു പള്ളിയിൽ ഞാൻ ഇമാമായി സേവനമനുഷ്ഠിക്കാൻ. ജുമുഅക്ക് മാത്രം ഉത്തരവാദിത്വം ഉണ്ട് എങ്കിൽ പോലും റമളാനിൽ ഞാൻ ഒരു സ്ഥലത്തും ഡേറ്റ് കൊടുത്തിട്ട് ഇങ്ങനെ ഓടി പ്രസംഗിക്കാൻ ഞാൻ ഉണ്ടാവൂല. ഞാൻ പള്ളിയിൽ തന്നെ ഉണ്ടാവും. അവിടെ വിശ്വാസികൾക്ക് തറാവീഹ് നമസ്കാരത്തിന് ശേഷം അവർക്കൊരു നസീഹത്തൊക്കെ ഉണ്ട്. അങ്ങനെ ആ പള്ളിയിൽ ഇങ്ങനെ കഴിഞ്ഞുകൂടലാണ് പതിവ്. റമളാൻ അവസാനത്തെ 10 ഒറ്റയായ രാവുകൾ 10ഉം 600ഉം 700ഉം ആളുകൾ പള്ളിയിൽ സജീവമാണ്. തിരുവനന്തപുരത്ത് മിക്ക പള്ളികളും നിറഞ്ഞ് കവിയും. അവർ വരുന്നവർക്ക് ഭക്ഷണമൊക്കെ ഉണ്ട്. ഞാൻ പറയുമ്പോൾ ഈ ലൈവിന്റെ ഒരു പ്രോബ്ലം കൂടി ഞാൻ പറയാം. ലൈവ് നല്ലതാണ്, ഗൾഫിൽ നിൽക്കുന്നവർക്ക് കാണാം, പിന്നീട് പ്രസംഗം കേൾക്കാം, നല്ലതാണ്. പക്ഷെ ഞാൻ സങ്കടകരമായ ഒരു കാര്യം പറയാം. ഈ ലൈവ് സജീവമായതിനു ശേഷം നമ്മുടെ സമുദായത്തിലെ ഓരോ അനക്കങ്ങളും സോഷ്യൽ മീഡിയകളിൽ, അതുപോലെ തന്നെ ചാനൽ ചർച്ചകളിൽ, അതുപോലെ തന്നെ സ്വകാര്യ ചാനലുകളിലൊക്കെയും ഈ പ്രസംഗത്തിന്റെ ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്ത് ആവശ്യമുള്ളിടത്തു നിന്നും ഇല്ലാത്തിടത്തു നിന്നും എടുത്ത് അതിനെ കൂട്ടിച്ചേർത്ത് യഥാർത്ഥത്തിൽ നമ്മൾ പറയുന്നത് പോലെ തോന്നും. പറയുന്ന രണ്ട് ഘട്ടങ്ങളിലുള്ളതായിരിക്കും. അതിനെ ചേർത്ത് വെച്ചിട്ട് ഒരുപോലെ അവതരിപ്പിക്കും. അങ്ങനെയൊക്കെ ഉള്ള കുറെ മുസീബത്തുകൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, അതുകൊണ്ട് പറയാനൊരു വിഷമമുണ്ട്. നാളെ ഇത് മറ്റാരെങ്കിലും എടുത്തു വെച്ച് ഇങ്ങനെ സംസാരിക്കുമ്പോഴും പക്ഷെ പറയാതിരിക്കാനും നിവൃത്തിയില്ല. അവസാനത്തെ 10 ഒറ്റയായ രാവുകളിൽ പള്ളികളിൽ ഭക്ഷണമുണ്ടാക്കുന്നതിനെ സംബന്ധിച്ച് കമ്മിറ്റി കൂടിക്കൊണ്ടിരിക്കുമ്പോ ചില പള്ളികളിൽ ഇതിന്റെ ഭാരവാഹികൾ പറഞ്ഞു, ഒരു കാരണവശാലും അവസാനത്തെ 10 ഈ രാത്രികളിൽ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നില്ല. പള്ളികളിൽ വരുന്ന ആളുകൾക്ക് ഭക്ഷണം ഉണ്ടെങ്കിലല്ലേ വീട്ടിൽ നിന്ന് എല്ലാവരും പുറത്തേക്ക് വരൂ. അവർക്ക് പിന്നെ വീട്ടിൽ കിടക്കേണ്ട കാര്യമില്ലല്ലോ. അത്താഴം കഴിക്കാനൊക്കെ പള്ളിയിൽ സജീവമായി ഭക്ഷണം ഉണ്ടെങ്കിൽ. പക്ഷേ എന്താണ് അതിന് കാരണമെന്ന് കമ്മിറ്റിയിൽ ജനങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞത്, വളരെ സങ്കടത്തോടു കൂടിയാണ് നമ്മളത് കേൾക്കുന്നത്. കഞ്ചാവ് ചെറുപ്പക്കാരായ കൗമാരക്കാരായ കുഞ്ഞുമക്കളുടെ കയ്യിൽ വലിയ കഞ്ചാവ് ലോബികൾ വന്നിട്ട് കഞ്ചാവ് കൈമാറ്റം ചെയ്യപ്പെടുന്നത് റമളാൻ ഷരീഫിന്റെ അവസാനത്തെ 10 രാത്രികളിലാണ്. മക്കള് വീട്ടിലില്ല. വാപ്പയും മോനും നേരെ പള്ളിയിൽ എത്തിക്കാഫിന് പോവാൻ. വാപ്പ അകത്ത് കയറി ഇബാദത്തിലായി കഴിയുന്നു. മകൻ എവിടെയോ ഉണ്ട് എന്ന് വാപ്പ കരുതുന്നുണ്ട്. ഈ മകൻ പുറത്തിറങ്ങുന്നു. മറ്റ് ചില കച്ചവടക്കാർ വരുന്നു, കയ്യിൽ സാധനമേൽപ്പിക്കുന്നു. അത് പള്ളിയുടെ പരിസരത്ത് വെച്ച് തന്നെ വിതരണം ചെയ്യുന്നു. ഈ നിലയില് ഇന്ന് കഞ്ചാവ് അള്ളാഹുവിന്റെ പള്ളിയുടെ തൊട്ടു മുന്നിൽ വരെ എത്തിയ ഗതികേടിലാണ് ഈ സമുദായം എന്നുള്ളത്. ഇതേതെങ്കിലും വാപ്പാടുത്ത് നിങ്ങൾ പറഞ്ഞു നോക്കി, നിങ്ങളുടെ മോൻ ഇതിന്റെ കണ്ണിയാണോ എന്ന് സംശയമുണ്ടെന്ന് പറഞ്ഞാൽ ആ വാപ്പ മുണ്ടങ്ങ് മടക്കി കുത്തും. പിന്നെ പറഞ്ഞവനെ പൊതിരെ തല്ലു. അല്ലേ? എന്റെ മോൻ അങ്ങനെ ചെയ്യുന്നു. ചിലപ്പോ നിന്റെ മോനായിരിക്കും. നീ പോയി പണി നോക്കണ്ട, നിന്റെ വാപ്പാടുത്ത് പോയി പറഞ്ഞാൽ മതി, എന്റെ കുടുംബത്തിനെ നന്നാക്കണ്ട എന്നും പറഞ്ഞിട്ട് ഇയാളുടെ ഹാലങ്ങോട്ട് ഇളവും.
പറയാൻ പറ്റില്ല. ഇത് നമ്മളേതെങ്കിലും പ്രസംഗത്തിൽ പറഞ്ഞാലോ അവൻ ബഹിഷ്കരിക്കപ്പെട്ടവനാകുന്നു, അവനെ പിടിച്ചു കെട്ടണമെന്ന് പറയുന്നു. മുസ്ലിം സമുദായത്തിന്റെ കൗമാരക്കാരുടെ പോക്കെങ്ങോട്ടാണ്? ഇന്നത്തെ സുപ്രഭാതം പൊട്ടിവിടരുന്നപ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മദ്രസകൾ തുറന്നില്ലേ? ആ മദ്രസകളിൽ നമ്മുടെ പ്രിയപ്പെട്ട പൊന്നുമക്കളെ കൊണ്ടുവന്നാക്കി ആ മദ്രസകളിൽ പഠിപ്പിക്കപ്പെടുന്ന വിശുദ്ധ ഖുർആനും വിശുദ്ധ പ്രവാചകന്റെ ഹദീസുകളും അവരുടെ വിശ്വാസത്തിനെ പറ്റിയിട്ട് ആധികാരികമായി ചർച്ച ചെയ്യുന്ന ദീനിയാത്തും അവരുടെ കർമ്മങ്ങളെ പറ്റിയിട്ട് ചർച്ച ചെയ്യുന്ന ഫിഖ്ഹും അവരുടെ സ്വഭാവ സംസ്കരണത്തെ ആധികാരികമായി വിശകലനം ചെയ്യുന്ന അഖ്ലാഖും ഇന്ത്യയുടെയും അതുപോലെ തന്നെ മുസ്ലിം ഉമ്മത്തിന്റെയും കേരളീയ ഇസ്ലാമിക നവോത്ഥാനങ്ങളുടെയും ചരിത്രം പഠിപ്പിക്കുന്ന സീറകളും നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾക്ക് പകർന്നു കൊടുക്കാൻ എത്ര വാപ്പമാര് മദ്രസയിൽ മക്കളെ ആക്കി. അവർക്ക് ഭൗതിക വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ പഠിക്കാൻ വിട്ട് ആ മക്കളുടെ പേരിനകമ്പടി സേവിക്കുന്ന അക്ഷരക്കൂട്ടങ്ങളുടെ ഡിഗ്രികൾ അത് കരസ്ഥമാക്കിയിട്ട് എവിടെയെങ്കിലും നല്ല ജോലി നോക്കിയിട്ട് ഒരുപാട് ശമ്പളം നമ്മുടെ മക്കൾക്ക് വാങ്ങിക്കൊണ്ട് തരാനുള്ള സ്വപ്നം കണ്ടുകൊണ്ട് വാപ്പമാര് മദ്രസകളിലും മക്കളെ ചേർക്കാതെ മദ്രസകളിൽ നിന്ന് അകറ്റി നിർത്തിയിട്ട് ഇന്ന് നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളിലൂടെ അതുപോലെ തന്നെ നാസ്തികവാദത്തിലൂടെ ഇസ്ലാമിനെ കൊഞ്ഞനം കുറ്റുന്ന നാണം കെട്ട ഒരു വർഗമായി ഇന്നത്തെ സമുദായത്തിന്റെ കൗമാരക്കാരെ മാറ്റുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കാലം വല്ലാത്ത മോശപ്പെട്ട കാലമാണ്, വല്ലാത്ത കാലമാണ്. അതുകൊണ്ട് നമ്മുടെ മക്കളെ കൃത്യമായി നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ നന്നായിട്ട് നമ്മൾ ഒരു വിലങ്ങ് 1000 കണ്ണുകൾ കൊണ്ട് 1000 CCTV ക്യാമറയേക്കാൾ പവർഫുള്ളായി നമ്മുടെ മക്കളെ നോക്കി വളർത്തണം. നമ്മൾ കരുതും ഇവനൊന്നും അറിയില്ല, മണ്ടനാണ്, എന്റെ മോ മാത്രം ഇത്ര മന്ദബുദ്ധിയായി പോയതെന്നു. ഇല്ല, മന്ദബുദ്ധി നമ്മളാണ്. നമ്മുടെ മക്കൾ നമ്മുടെ മുമ്പിൽ മന്ദബുദ്ധികളെ പോലെ അഭിനയിക്കുകയാണ്. നമ്മളെക്കാളും എല്ലാ വിഷയത്തിലും അവൻ PG എടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ ചെറിയ പ്രായത്തിൽ 4 വയസ്സ് മുതൽ 5 വയസ്സ് മുതൽ മദ്രസകളിൽ ചേർത്ത് അവരെ നന്നായിട്ട് പഠിപ്പിക്കണം. സമസ്തയുടെയൊക്കെ മദ്രസ ഇന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. റമളാൻ കഴിഞ്ഞിട്ട് ഒരു അധ്യയന വർഷം തുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് രക്ഷപ്പെടണം. അല്ലാഹുവിന്റെ റബ്ബുൽ ഇസ്സത്തിന്റെ സ്വർഗ്ഗമെന്ന നമ്മുടെ തറവാട്ടിലേക്ക് നമുക്ക് മടങ്ങിപ്പോകണം. ആ മടങ്ങിപ്പോകുമ്പോ നല്ല നിലയിലേക്ക് മടങ്ങിപ്പോകണം. അല്ലാതെ ഇനി പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ആരും പോകരുത്. ഏതുപോലെ അബുൽ ഹാസിം റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖഖുദൂമിൽ ആബിഖി അലാ സയ്യിദിൽ ഗളുബാ, ഒളിച്ചോടിപ്പോയ അടിമ വരുമ്പോൾ എങ്ങനെയാണോ യജമാനനെ സ്വീകരിക്കുന്നത്, അതുപോലെ ചില ആളുകൾ അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോകുമ്പോ അവന്റെ സമീപനം ഉണ്ടാകുമെന്ന് മഹാനായ സയ്യിദുനാ അബുൽ ഹാസിം റഹിമഹുല്ലാഹ്. സഹോദരങ്ങളെ, എങ്ങനെയാണ് പാപികൾ അല്ലാഹുവിലേക്ക് മടങ്ങുന്നതെന്നറിയോ? എങ്ങനെയാണ് പാപികൾ അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോകുന്നതെന്നറിയോ? സമയം അതിക്രമിക്കുകയാ. അരമണിക്കൂറിന്റെ ഉള്ളിൽ നമുക്ക് പ്രിയപ്പെട്ടവരെ വിഷയം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു നിമിഷം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറഞ്ഞല്ലോ, സ്വർഗാവകാശികൾ അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ മുന്നിലെത്തുന്ന രംഗം എങ്ങനെയെന്ന്. എന്നാൽ ഈ വിഭാഗം ആളുകൾ ഉണ്ടല്ലോ, ഒളിച്ചോടിപ്പോയ അടിമ തിരിച്ചു വരുമ്പോൾ യജമാനൻ എന്ത് സമീപനമാമെടുക്കുക? ഭാര്യ ഒളിച്ചോടിപ്പോയി, പള്ളിയെന്ന് ഭർത്താവ് വഴല് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോ പടച്ചോനെ ഭാര്യയെ കാണാനില്ല, അവൾ ഒളിച്ചോടിപ്പോയി. പിറ്റെന്നാണ് അറിയുന്നത് തന്റെ അയൽക്കാരനോടൊപ്പം അവൾ ഒളിച്ചോടിയിരിക്കുകയാണ്.
കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ അവൻ കളഞ്ഞു. അവന്റെ ആവശ്യം കളഞ്ഞപ്പോ അവൻ കളഞ്ഞു. കിട്ടാത്ത മുന്തിരി പുളിക്കുമല്ലോ. വല്ലവന്റെ ഭാര്യയായിരുന്നപ്പോ തന്റെ ഭാര്യയായെങ്കിൽ കൊള്ളാമെന്ന് കൊതിച്ചു. അവൻ തന്റെ അടുക്കലേക്ക് വന്നപ്പോ ഇരിക്കുന്നതിനേക്കാൾ വലിയ സാധനമാണെന്ന് മനസ്സിലായി. ഇനി എവളോടൊത്ത് ജീവിച്ചാൽ എന്റെ ജീവിതം പോകും. ഇത് മനസ്സിലാക്കിയിട്ട് അവന്റെ ഉപയോഗം കഴിഞ്ഞ് കൊണ്ട് തള്ളി. ആ ഭാര്യ ഒരു ദിവസം നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന രംഗം ഒന്നാലോചിച്ചു നോക്ക്. ഭാര്യ ഒളിച്ചോടിപ്പോയി. മക്കളെ ചതിച്ച് ഭർത്താവിനെ ചതിച്ചിട്ടൊരു പെണ്ണൊളിച്ചോടിപ്പോയി. ആ പെണ്ണ് തിരിച്ചു വരുന്നു ഭർത്താവിന്റെ മുന്നില്. എന്നെ സ്വീകരിക്കണമെന്ന് പറഞ്ഞു വരുമ്പോ ഈ കെട്ടിയവൻ എങ്ങനെ സമീപിക്കും? ഈ ഭർത്താവ് ആണാണെങ്കിൽ അവൻ എങ്ങനെ സ്വീകരിക്കും അവളെ? എന്റെ പൊന്നല്ലേ, നീ എവിടെ പോയാലും തിരിച്ചു വരുമെന്ന് എനിക്ക് അറിയാടി എന്ന് വാന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ച് മുത്തവും കൊടുത്ത് മണിയറെ കൊണ്ടിരുത്തുവോ ഏതെങ്കിലും ഭർത്താക്കന്മാര്? വേറെ ഒന്നും വേണ്ട. പള്ളിയിൽ നിന്ന് ദറസിൽ നിന്ന് ചാടിപ്പോയി ഒരു വിദ്യാർത്ഥി. അറബി കോളേജിൽ നിന്ന് ഒരുത്തൻ ചാടിപ്പോയി. ഇവിടെ ചാടിപ്പോയി എന്നല്ല പറയുന്നത്. കേരളത്തിലും കർണാടകത്തിലും എവിടെ പോയാലും ഓരോ ജില്ലകളിലെ ഭാഷ വ്യത്യാസം ഉണ്ടെങ്കിലും വ്യത്യാസമില്ലാത്ത ഒരൊറ്റ ഭാഷ ഉള്ളത് ഈ ചാടിപ്പോക്ക. എല്ലാ ദറസിലും പറയുന്നത് എന്താണെന്നറിയോ? തിരുവനന്തപുരത്തെ ദറസിന് ചാടിയാലും പറയും ചാടിപ്പോയി. കാസർഗോഡ് വന്നാലും പറയും ഓൻ ചാടിപ്പോയി. കർണാടകയിൽ വന്നാലും പറയും ചാടിപ്പോയി. മലപ്പുറത്ത് വന്നാലും പറയും ചാടിപ്പോയി. അതുപോലെ പറയുന്നവരാണ് ചെലവ് വീട്. ഇവിടെ പറയോ? ഇല്ല, അത് കർണാടകയിൽ മാത്രം പറയില്ല. ഒന്നെങ്കിലും വ്യത്യാസം വന്നല്ലോ. ക്യാൻറ്റീനാണ് ഇപ്പോ. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരുപാട് കൊല്ലമൊന്നും ആയില്ല. 1998 മുതൽ 2008 വരെയാണ് ഞാൻ പഠിച്ചത് ദറസിൽ. ഈ കാലയളവിൽ ഞാൻ ഭക്ഷണം കഴിച്ചതൊക്കെയും ഓരോ വീട്ടിൽ നിന്ന്. ഇപ്പോഴും പല സ്ഥലങ്ങളിലുണ്ട് വീട്ടിൽ ഭക്ഷണം കൊടുക്കുന്ന, മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന വീടുകൾ. ഇപ്പോ കാലം പുരോഗമിച്ച് അപ്പോ എന്ത് ചെയ്തു? ക്യാൻറ്റീനായി. ഇങ്ങോട്ട് വരണ്ട, അങ്ങോട്ട് കൊണ്ട് തരാമെന്ന് പറഞ്ഞിട്ട് ആളുകൾ സംഭാവന കൊടുത്ത്, അരി കൊണ്ട് കൊടുത്ത്, പൊരി കൊണ്ട് കൊടുത്ത്, ഇറച്ചി കൊണ്ട് കൊടുത്ത്, പച്ചക്കറി കൊണ്ട് കൊടുത്ത് എല്ലാം അങ്ങോട്ട് കൊടുക്കുക. അത് വേവിച്ച് മക്കൾ അവിടെ കഴിക്കുക. ഈ ചെലവ് വീടെന്ന് പറയുന്ന ഒരു വാക്കും എല്ലാ സ്ഥലത്തും പറയുന്ന വാക്കാണ്. പള്ളിയിൽ പഠിക്കുന്ന ഒരു മതവിദ്യാർത്ഥി, ഒരു മുത്തഅല്ലിമു ചാടിപ്പോയെന്നിരിക്കട്ടെ, ഉസ്താദിന് എന്ത് തലവേദനയാണ്. വാപ്പ കൊണ്ടുവന്ന് ആക്കിയതാണ്, മോനെ നല്ലൊരു ആലിമാക്കി തരണം, അവനെ ഫൈസി ആക്കണം, ദാരിമി ആക്കണം, ബാക്കവി ആക്കണം, മന്നാനി ആക്കണം, കാസിമി ആക്കണം, ഉദവി ആക്കണം, വാഫി ആക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരു മോനെ കൊണ്ടുവന്ന് ഉസ്താദിനെ ഏൽപ്പിച്ചു. ഉസ്താദ് നന്നായിട്ട് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ എന്തോ ഒരു തല്ല് കൊടുത്തപ്പോ ഇവൻ ഉസ്താദ് നിസ്കരിക്കാൻ കൈകെട്ടിയപ്പോ ഇവൻ ചാടി. ഇവനെ കാണാനില്ല. വീട്ടുകാര് വന്ന് ഉസ്താദിനെ തെറി വിളിക്കാൻ തുടങ്ങി. നിങ്ങളെ ഏൽപ്പിച്ചിട്ടല്ലേ ഞാൻ പോയത്, ഉസ്താദ് എവിടെ നിന്ന് പിടിച്ചു കൊടുക്കാന്? അവസാനം ഒരാഴ്ച കഴിഞ്ഞ് യവനെ കിട്ടി. യവനെ പൊക്കിയെടുത്ത് കൊണ്ടുവന്ന് ഉസ്താദിന്റെ മുന്നിൽ നിർത്തി കൊടുത്താൽ ആ ഉസ്താദ് ഈ മുത്തഅല്ലിമിനോട് കാണിക്കുന്നത് എങ്ങനെയായിരിക്കും? ഇതെല്ലാം പോട്ടെ. വിശുദ്ധ ഖുർആൻ ഒരു കഥ പറയുന്നുണ്ട്. അത് മാത്രം മതി നമുക്ക് മനസ്സിലാക്കാൻ. നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങി പോകുന്ന രണ്ടാമത്തെ രംഗമായി പറയുന്നത്, തറവാട്ടിലേക്ക് മടങ്ങി പോകുന്ന രണ്ടാമത്തെ രംഗം. വിശുദ്ധ ഖുർആൻ പറയുന്ന കഥ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം, സോളമൻ ചക്രവർത്തിയാണ്. അദ്ദേഹത്തിന്റെ പരിവാരങ്ങൾ മൊത്തം നമുക്കറിയാം. ജിന്നുകള്, പക്ഷികള്, പറവകള്, അതുപോലെ തന്നെ എല്ലാ ഐറ്റം ജീവജാലങ്ങളും സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ പരിവാര കൂട്ടത്തിലുണ്ട്. ഒരു പ്രത്യേകതരം മനുഷ്യനായിരുന്നു അദ്ദേഹത്തിന്റെ. പറവകളുടെ കൂട്ടത്തിൽ നോക്കുമ്പോൾ പ്രധാനിയായ ഒരു പറവ ഏതെങ്കിലുമൊക്കെ കത്ത് കൊടുക്കാനും, വിദേശ രാജ്യങ്ങളിലേക്ക് കത്തെഴുതി കൊടുക്കാനും, അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങള്, രാജ്യത്തിന്റെ നിയമങ്ങളൊക്കെ എഴുതി കൊടുക്കാനും ഒക്കെ ഉപയോഗിച്ചിരുന്നത് ഈ പക്ഷിയാണ്. പേര് ഹുദ്ഹുദ് എന്നാണ്. വിശുദ്ധ ഖുർആൻ ആ ഹുദ്ഹുദ് എന്ന പക്ഷിയുടെ പേര് തന്നെ ഖുർആൻ പറഞ്ഞു. ഈ പക്ഷിയെ കാണാനില്ല. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞ അത് വിശാലമായ ചരിത്രമാണ്. എവിടെ പോയിരുന്നു എന്നുള്ളതൊക്കെ വേറെ ചരിത്രമാണ്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ സുലൈമാൻ നബി പറഞ്ഞൊരു കാര്യമുണ്ട്, അത് ഖുർആൻ എടുത്തു പറഞ്ഞു.
എന്താണെന്നറിയോ? സൂറത്തുൻ നംലിന്റെ 21-ാമത്തെ ആയത്തിൽ കാണാം, വിശുദ്ധ ഖുർആൻ പറയുന്നു, വതഫഖദ തൈറ ഫഖാല മാലിയ ലാ അറൽ ഹുദ്ഹുദ് അം കാന മിനൽ ഗായിബീൻ ലഉഅذിബന്നഹു അദാബൻ ശദീദാ ഔ ലഅذബഹന്ന ഔ ലയഅതിയനി ബിസുൽത്താനിൻ മുബീൻ. സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞതാണ്, യജമാനനായ സുലൈമാൻ നബി തന്റെ വേലക്കാരനായ ഹുദ്ഹുദ് എന്ന മരംകൊട്ടി, തന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായ ഹുദ്ഹുദ് എന്ന മരംകൊട്ടി, ആ മരംകൊട്ടിയെ ഒരു ദിവസം നോക്കുമ്പോ കാണുന്നില്ല. സുലൈമാൻ നബി പറഞ്ഞതെന്തെന്നറിയോ? എവിടെ പോയി? ഹുദ്ഹുദിനെ കാണാനില്ലല്ലോ. ഹുദ്ഹുദ് ഇവിടെ നിന്ന് പോകാനുള്ള കാരണം എന്റെ അടുത്ത് ബോധിപ്പിക്കണം. ഇല്ലെങ്കിലോ അതിന് വേദനിക്കുന്ന ശിക്ഷ ഞാൻ കൊടുക്കും. ഇനി അതല്ല, ദേഷ്യം കൂടിയാൽ അതിനെ ഞാൻ അങ്ങ് അറുത്തു കൊന്നുകളയും. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ദേഷ്യം, ഒരു പ്രവാചകന്റെ ദേഷ്യം, ഒളിച്ചോടിപ്പോയ ഒരു പക്ഷിയെ പറ്റി സുലൈമാൻ നബിക്ക് ഉണ്ടായ അനുഭവം ഇതാണ്. ഞാൻ ഒന്നുകിൽ അതിനെ വേദനിപ്പിക്കുന്ന ശിക്ഷ കൊടുക്കും, അല്ലെങ്കിൽ ചിലപ്പോ എനിക്ക് ദേഷ്യം മൂത്താൽ ഞാൻ അതിനെ കൊന്നുകളയും, അല്ലെങ്കിൽ സുൽത്താനി മുബീൻ, വ്യക്തമായ കാരണം ബോധിപ്പിക്കണം എന്റെ മുന്നിൽ. അപ്പൊ ഹുദ്ഹുദ് വന്ന് വ്യക്തമായ കാരണം ബോധിപ്പിച്ചു. എന്താ? ബൽഖീസ് രാജ്ഞിയെ പറ്റിയ പറഞ്ഞു കൊടുത്തത്. സുലൈമാൻ നബിക്ക് അത് ബോധിച്ചു. ഇല്ലെങ്കിൽ അവിടെ എന്താ സംഭവിക്കുക? പറയ്. സുലൈമാൻ നബി ഒന്നുകിൽ നല്ല ചെറ കൊടിച്ച് അടി കൊടുക്കും, ഇല്ലെങ്കിൽ ചിലപ്പോ അവനെ കൊന്നുകളയാനും സാധ്യതയുണ്ട്. പ്രവാചകൻ കള്ളം പറയില്ലല്ലോ. ഈ കള്ളം പറയുക എന്ന സിഫത്ത് മുസ്തഹീലല്ലേ? അത് ഒരിക്കലും പ്രവാചകന്മാർക്ക് വരാൻ പാടില്ലല്ലോ. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ആ ഒരു ദേഷ്യം അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ അമർഷം പുറത്തു വന്നെങ്കിൽ ഇതേ അവസ്ഥയാണ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. കള്ളിന്റെ പിറകെ, കഞ്ചാവിന്റെ പിറകെ, മദ്യത്തിന്റെ പിറകെ, മദിരാശിയുടെ പിറകെ നിങ്ങൾ സഞ്ചരിച്ചാൽ നാളെ തറവാട്ടിലേക്കുള്ള മടക്കയാത്രയിൽ അല്ലാഹു നിങ്ങളെ സ്വീകരിക്കുന്നത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കുന്ന രണ്ടാലൊരു രീതിയിലായിരിക്കും. ഒന്നുകിൽ നിങ്ങളെ കഠിനമായി അല്ലാഹു ശിക്ഷിക്കും, ഇല്ലെങ്കിൽ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞ് നിങ്ങളെ നശിപ്പിക്കും. ഇത് ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയതാണ്. ഒളിച്ചോടിപ്പോയ അടിമ വരുമ്പോ യജമാനന്റെ മാനസിക അവസ്ഥ എങ്ങനെയാണ്, അതുപോലെ റബ്ബ് നമ്മളെ സ്വീകരിക്കേണ്ടി വരും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ഒരു അവസ്ഥയാണെങ്കിൽ ഓർത്തു നോക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞതിന് വിരുദ്ധമാണ്. ഈ മനുഷ്യൻ എവിടേക്ക് പോകുമ്പോ وسيق الذين اتقوا وسيق الذين كفروا إلى جهنم زمرا നരകത്തിലേക്ക് അവനെ വലിച്ചു കൊണ്ടുവരികയാ. അങ്ങനെ നരകത്തിന്റെ മുന്നിലേക്ക് അവനെ എത്തുമ്പോ നരകത്തിന്റെ വാതിലുകൾ അങ്ങ് തുറക്കപ്പെടുമ്പോൾ അതിന്റെ പാറാവുകാരായ മാലിക് എന്ന മലക്കിന്റെ നേതൃത്വത്തിലുള്ള മലായിക്കത്തുകൾ പറയുമത്രേ, അലമയതികും റസൂലും മിൻഹും. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, നിങ്ങളിൽ നിന്ന് പ്രവാചകന്മാരെ നിങ്ങൾക്ക് വന്നില്ലയോ? യത്ലൂന അലൈക്കും ആയാതി റബ്ബിക്കും. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഗ്രന്ഥത്തിന്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് ഓതി തന്നില്ലയോ? വയുൻദിറൂനകും ലിഖാ യൗമികും ഹാദാ. ഇങ്ങനെ ഒരു ദിവസം വരുമെന്ന് നിങ്ങളോട് മുന്നറിയിപ്പ് തന്നില്ലയോ? അവര് പറയും ഖാലൂ ബലാ, അതെ അതെ ശരി തന്നെയാണ്, പക്ഷേ ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യമാണ്? വലാകിൻ ഹഖത്ത് കലിമത്തുൽ അദാബി അലൽ കാഫിരീൻ. കാഫിരീങ്ങളുടെ മേൽ ശിക്ഷയുടെ വാചകം എഴുതപ്പെട്ടു പോയി. ആ സമയത്ത് ഇവന്റെ മുഖത്തേക്ക് നോക്കുന്നവർക്ക് കാണാം
തളുന്നു അൻ യുഫഅല ബിഹാ ഫാഖിറോ. സൂറത്തുൽ ഖിയാമയിൽ അല്ലാഹ് പറയുകയാണ്, അവന്റെ മുഖം കരുത്ത് കരിവാളിച്ചിരിക്കുകയാണ്. എന്തോ നഷ്ടപ്പെട്ടതുപോലെ, എന്തോ സംഭവിക്കാൻ പോകുന്നത് പോലെ അവൻ അനുഭവപ്പെടുകയാണത്രേ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ.